കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശശി തരൂർ. സ്വാഭാവികമായും വിശ്വപൗരൻ എന്ന തരത്തിലേക്കുള്ള പട്ടം ലഭിച്ചിട്ടുള്ള ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളീയ തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും സ്വീകാര്യത ഏറെയുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും കേരളത്തിലെ വ്യാവസായിക രംഗത്തെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത തരത്തിൽ ദേശീയ തലത്തിൽ വരെ ചർച്ചയാകുന്ന കാര്യമായി മാറുവാനുള്ള സാധ്യത ഏറെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കേരളത്തിൽ മൂന്നാം തവണയും അധികാരത്തിൽ ഇടതുപക്ഷം കയറാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അത് വലിയ ഒരു പരാജയമായി മാറും. പിന്നീട് ഒരിക്കലും കേരളത്തിലേക്ക് കോൺഗ്രസിന് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന തരത്തിലേക്കുള്ള വാദം അവരുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വരെ ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായും ശശി തരൂരിനെ പോലെയുള്ളൊരു നേതാവ് ഇത്രമേൽ പ്രതികൂലമാർന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി അഭിപ്രായത്തിന് വിപരീതമായൊരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും അടക്കമുള്ള ഒരു നേര ശശി തരൂരിനെതിരായി പ്രത്യക്ഷമായും പരോക്ഷമായും ചില വാദങ്ങൾ ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം അതിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള ചില താക്കീതുകൾ നൽകുമ്പോൾ കെ സുധാകരൻ മാത്രമാണ് ശശി തരൂരിനെതിരെ ഒരു മയത്തിലുള്ള മറുപടികളൊക്കെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ യുവജന സംഘടനയായ KSU ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ച് ശശി തരൂര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപേഷിനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലായിരുന്നു ശശി തരൂരിൻ്റെ വിമർശനം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന കുറിപ്പോട് കൂടിയാണ് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഫോട്ടോ സഹിതമുള്ള പോസ്റ്റർ ശശി തരൂർ പങ്കുവച്ചത്. എന്നാൽ വൈകാതെ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. CPM-ന്റെ പേര് പോലും പരാമർശിക്കാതെയുള്ള പോസ്റ്റാണ് പകരം അദ്ദേഹം പങ്കുവച്ചത്. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ആക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ് എന്ന് കുറിക്കുകയും ചെയ്തു. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഫോട്ടോ സഹിതമായിരുന്നു പോസ്റ്റ്. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെയും പുകഴ്ത്തിയ ലേഖനമുണ്ടാക്കിയ വിവാദം തുടരുന്നതിനിടയിലാണ് തരൂർ പഴയ പോസ്റ്റർ പങ്കുവച്ചതെന്നും ശ്രദ്ധേയം. പാർട്ടിയെ അനുനയിപ്പിക്കാനാണ് തരൂർ പോസ്റ്റ് ഇട്ടതെന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോസ്റ്റ് അപ്രത്യക്ഷമായത് ചർച്ചകൾക്കിടയായിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ശശി തരൂരിൻ്റെ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തെ അനുമോദിച്ചുള്ള പ്രതികരണമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണെന്നും സംരംഭ മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്നുമാണ് ലേഖനത്തിൽ പറയുന്നത്. ഇത് ചില്ലറ പുലിവാലല്ല കോൺഗ്രസ് ഉണ്ടാക്കിയത്. ആന്റണി സർക്കാരിന്റെ വ്യവസായ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ശശി തരൂരിന്റെ മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത്. അനുമോദന ലേഖനത്തോട് രൂക്ഷമായാണ് പ്രതിപക്ഷ നേതാവ് V.D. സതീശനും K. മുരളീധരനും പ്രതികരിച്ചത്. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് ലേഖനത്തിലെ അവകാശവാദങ്ങൾ തള്ളി. എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ലെന്ന് V.D. സതീശൻ തുറന്നടിച്ചു. കേരളം വ്യവസായ സൗഹൃദമല്ലെന്നും ഒരുപാട് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ലേഖനത്തിലെ തെറ്റ് എന്താണെന്ന് കാണിച്ചു തന്നാൽ തിരുത്താമെന്നുമായിരുന്നു വിമർശനങ്ങൾക്ക് ശശി തരൂരിന്റെ മറുപടി. ഈ വിഷയത്തിൽ KSU-ന്റെ പേരിൽ ശശി തരൂരിന്റെ ഓഫീസിന് മുമ്പിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുകയാണ്. ആ പോസ്റ്ററിൽ KSU-ന്റെ ജില്ലാ അധ്യക്ഷനായ ഗോപു നെയ്യാർ ഇപ്പോൾ M5 ന്യൂസുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. ഈ കാര്യത്തിൽ പറഞ്ഞതുപോലെ ശുഭയും ശരത് ലാലും കൃപേഷും ഒക്കെ ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിനും KSU-വിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തി CPM-ന്റെ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ഒരു വൈകാരികമായി തന്നെ KSU-ന്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ തരൂരിനെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരായിട്ടല്ല.
അത് കൃത്യമായിട്ടും അവരെ കൊന്നത് CPM തന്നെയാണ് എന്ന് അടിവരയിട്ട് തന്നെയാണ് ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പങ്കുവച്ച പോസ്റ്റ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർ അത് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അത് വൈകാരികമായി തന്നെയാണ് അതിനെയും കാണാൻ ആഗ്രഹിക്കുന്നത്. അതും പ്രവർത്തകരുടെ വൈകാരികതയായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോസ്റ്റർ പതിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പല മാധ്യമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തക വികാരമായി മാത്രമേ കാണുന്നുള്ളൂ. അത് അവിടെ നിന്ന് ആരോ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം. ഞാൻ KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അത് ആരെയും വിമർശിച്ചിട്ടല്ല, സമാനമായിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ വികാരം KSU പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ടാകുമെന്നാണ് അനുഭവം. ഞാൻ ആ കാര്യങ്ങളിലൊന്നും നിലവിൽ ഇപ്പോൾ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ പാർട്ടി ഫോറത്തിൽ കൃത്യമായിട്ട് പറയേണ്ട ഇടങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിക്കണം. ഇപ്പോൾ KPCC നേതൃത്വമാണെങ്കിലും അദ്ദേഹം കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള CWC കൂടിയാണ്, സമിതി അംഗം കൂടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് AICC അടക്കം ഹൈക്കമാൻഡ് അടക്കം അതിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുമെന്നും അതിൽ അവർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം.